ചെറുതാക്കി മനോഹരമാക്കി വേണം നമ്മൾ പറയാമെന്ന്. So I like to follow that. അത് ഞാൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Let's go into our sermon. നമുക്ക് നമ്മുടെ പ്രസംഗത്തിലേക്ക് കടക്കാം. A few years ago, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ a man bought a new GPS for his car. ഒരു വ്യക്തി അവന്റെ പുതിയ കാറിന് വേണ്ടി ഒരു പുതിയ GPS സിസ്റ്റം, അതായത് GPS സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ് വെച്ച് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇത് നമ്മുടെ സമയവും സ്ഥലവും ഒക്കെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം. One day he took a wrong turn. ഒരിക്കൽ അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ ഒരു തെറ്റായ ഒരു വഴി സ്വീകരിച്ചു അദ്ദേഹം. But the GPS kept warning. അപ്പോൾ GPS അത് മുന്നറിയിപ്പ് കൊടുത്തോണ്ടേയിരുന്നു. Recalculating, turn back when possible. അത് പറഞ്ഞു വീണ്ടും കണക്ക് അത് പിന്നെയും അത് പുതിയ വഴികളെ തേടി കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് സാധ്യമെങ്കിൽ തിരിച്ചു പോകുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. But he ignored it to the GPS and he went to the wrong turn. ഈ വ്യക്തി അത് അവഗണിച്ച് മുമ്പോട്ട് പോവുകയും ആ തെറ്റായ ദിശയിൽ കൂടെ മുമ്പോട്ട് യാത്ര ചെയ്യുകയും ചെയ്തു. After a long time, കുറേ നേരം യാത്ര ചെയ്തതിനു ശേഷം he finally stopped. അയാൾ ആ വാഹനം നിർത്തുവാനിടയായി. Check the GPS. വീണ്ടും ഈ GPS നോക്കിയപ്പോൾ and it still said recalculating, turn back when possible. അത് വീണ്ടും അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞങ്ങൾ വീണ്ടും അത് പുതിയ വഴികൾ നോക്കി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിനുശേഷം അത് പറയുകയാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ തിരിച്ച് മടങ്ങി പോരുക. The GPS never got angry. ഈ GPS ഒരിക്കലും കോപിച്ചില്ല. Never stopped guiding. അത് വഴി കാട്ടുന്നത് നിർത്തിയതുമില്ല. Never gave up. അത് ഒരിക്കലും ഉപേക്ഷിച്ചതുമില്ല. It kept patiently saying recalculating, turn back when possible. അത് ക്ഷമയോട് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് പുതിയ വഴിയിൽ കൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ തിരിച്ചു വരിക എന്ന്. In the same way, God's voice is like that divine GPS. നമ്മളുടെ ദൈവത്തിന്റെ ശബ്ദവും ഇതുപോലെ ഒരു ദിവ്യമായ GPS പോലെയാണ്. Even when we take wrong turns, നമ്മൾ തെറ്റായ വഴികൾ സ്വീകരിക്കുമ്പോഴും, run away, നമ്മൾ മാറിപ്പോകുമ്പോഴും, or disobey, നമ്മൾ അനുസരണക്കേട് കാണിക്കുമ്പോഴും, God keeps calling. ദൈവം നമ്മളെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. Come back. തിരിച്ചു വരൂ. I have a plan for you. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. This is exactly the story of Jonah. ഇത് തന്നെയാണ് നമ്മൾ യോനയുടെ കഥയിലും കാണുന്നത്. Can anybody say from which part of which story I preached last time? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചപ്പോൾ എന്ത് വിഷയമാണ് പ്രസംഗിച്ചതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? Can anybody say? ആർക്കെങ്കിലും പറയാമോ? From which story? For the ഏത് കഥയിൽ നിന്നാണ്? It was a parable. ഒരു പാരബിൾ, അതായത് Yes, the parable of prodigal son. So when I prepared my sermon, ധൂർത്തപുത്രന്റെ കഥയെ പറ്റിയാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചത്. ഇപ്പൊ ഞാൻ പ്രസംഗം പ്രിപ്പയർ ചെയ്തപ്പോൾ I was looking for a right title for the sermon. ഈ ഒരു പ്രസംഗത്തിന് നല്ലൊരു തലവാചകം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. And I finalized one. ഇതാണ് ഞാൻ കണ്ടുപിടിച്ചത്. Yeah. So the title of my sermon is Prodigal Son. Prodigal Prophet. ഈ പ്രസംഗത്തിന്റെ തലവാചകം ധൂർത്തനായ പ്രവാചകൻ എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. So let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Most precious loving Heavenly Father in heaven, we want to thank you for this wonderful Sabbath morning. This time we are going to meditate upon your word. Please give us your Holy Spirit and wisdom and knowledge to understand the word. In Jesus' name I pray. Amen. So when we look into Jonah's life, we can see 5 stages. നമുക്ക് യോനയുടെ പുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്ക് യോനയുടെ ജീവിതത്തിലെ 5 ഘടകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. We can see the first stage in Jonah chapter 1 verse 1 to 3. നമുക്ക് ഒന്നാമത്തെ ഘടകം കാണുന്നത് യോനയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 3-ാമത്തെ വാക്യം വരെയാണ്. Let's read that. നമുക്കത് വായിക്കാം. അമിത്ഥായുടെ മകനായ യോനായ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു. തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്തു. യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോട് കൂടെ തർശീശിലേക്ക് പോയിക്കൊള്ളാൻ അതിൽ കയറി. Yes, in these verses we can see
Jonah ran from God's call. നമുക്ക് ഈ വചനത്തിൽ കാണാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ യോന ഓടി ഒളിക്കുന്നതായിട്ടാണ്. God said, "Go to Nineveh." ദൈവം പറഞ്ഞു നിനവയിലേക്ക് പോകുവാൻ. But Jonah said, "I'm going to Tarshish." യോന പറഞ്ഞത് ഇല്ല, ഞാൻ തർശിഷിലേക്ക് പോവുകയാണെന്നാണ്. Instead of running to God, he ran away from God's will. ദൈവത്തിന്റെ അടുത്തേക്ക് ഓടുന്നതിന് പകരം യോന ദൈവത്തിൽ നിന്ന് ഓടി അകലുകയാണ് ചെയ്തത്. Many times we do the same thing. നമ്മൾ പലപ്പോഴും ഇത് തന്നെയാണ് ചെയ്യുന്നത്. We run from prayer. നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് ഓടി ഒളിക്കുന്നു. We run from responsibilities. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നു. Run from God's will. ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നു. But disobedience always lead to a storm. അനുസരണക്കേട് എപ്പോഴും ഒരു കൊടുങ്കാറ്റിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. The second stage we can see in the book of Jonah, first verse only, first chapter, fourth verse. യോനയുടെ ഒന്നാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലാണ് അടുത്ത ഘടകം നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു, കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. That storm was not a punishment for Jonah. ദൈവം ഒരു കൊടുങ്കാറ്റ് അയച്ചത് യോനയെ നശിപ്പിക്കുവാനല്ല. It was a mercy of God calling him back. ദൈവം അവനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ദൈവത്തിന്റെ കരുണയായിരുന്നു അത്. Sometimes God allows storms in our lives. ദൈവം നമ്മുടെ ജീവിതത്തിലും കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിലും അനുവദിക്കാറുണ്ട്. Problems, പ്രശ്നങ്ങൾ, failures, പരാജയങ്ങൾ, disappointments, നിരാശകൾ, not to harm us, നമ്മളെ ഉപദ്രവിക്കാനല്ല, but to redirect us from the wrong path to right path. മറിച്ച് നമ്മളെ തെറ്റായ ദിശയിൽ നിന്ന് നേരായ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. Let's go to the third stage. മൂന്നാമത്തെ ഘടകത്തിലേക്ക് പോവാം. We can see that in the second chapter of Jonah, verse 1. യോനയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞതെന്നാൽ. Okay. Here we can see inside the fish, Jonah found a place of prayer. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മത്സ്യത്തിന്റെ ഉള്ളിൽ യോന ഒരു പ്രാർത്ഥനാ സ്ഥലം കണ്ടെത്തിയതായിട്ടാണ്. The belly of a fish became Jonah's prayer room. മത്സ്യത്തിന്റെ വയറാണ് ഇവിടെ യോനയുടെ പ്രാർത്ഥന മുറിയായി മാറിയത്. When Jonah stopped running, യോന ഓട്ടം നിർത്തി and started praying, പ്രാർത്ഥന തുടങ്ങിയപ്പോൾ God started restoring. ദൈവം അത് പുനഃസ്ഥാപിക്കുവാൻ തുടങ്ങി. Wherever you are today, നിങ്ങൾ ഇന്ന് എവിടെയായിരുന്നാലും, in your fear, നമ്മുടെ ഭയത്തിലായാലും, in your guilt, കുറ്റബോധത്തിലോ, in your failure, പരാജയത്തിലോ, in confusion, ആശയക്കുഴപ്പത്തിലോ, God can meet you right there. ദൈവത്തിന് നിങ്ങളെ ആ ഒരു സ്ഥലത്ത് തന്നെ നിങ്ങളെ കണ്ടുമുട്ടുവാൻ ദൈവത്തിന് കഴിയും. Your lowest moment can become your turning point. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും താഴ്ന്ന നിമിഷത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ വഴിത്തിരിവായി ദൈവം മാറ്റുവാൻ ദൈവത്തിന് കഴിയും. Let's go to the fourth stage. നമുക്ക് 4-ാമത്തെ ഘടകത്തിലേക്ക് പോവാം. Fourth stage we can see in the book of Jonah, 3rd chapter, verse 1. യോനയുടെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്ത പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. Fourth stage we can see God gave Jonah a second chance. നമുക്ക് ഈ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യഹോവ യോനയ്ക്ക് രണ്ടാമതൊരു അവസരം കൊടുക്കുന്നതായിട്ടാണ്. The most beautiful verse in this chapter, in this book. ഈ പുസ്തകത്തിൽ ഏറ്റവും മനോഹരമായ ഒരു വാക്യമാണിത്. The word of the Lord came to Jonah the second time. ദൈവത്തിന്റെ വചനം യോനയുടെ അടുത്തേക്ക് രണ്ടാമതും വന്നു. God is not the God of one chances. ദൈവം ഒരിക്കലും ഒരു അവസരം മാത്രം നൽകി നിർത്തുന്ന ദൈവമല്ല. He is the God of many chances. നമുക്ക് അനേക അവസരങ്ങൾ തരുന്ന ദൈവമാണ്. Jonah messed up everything. യോന എല്ലാം കുഴപ്പിച്ചുവെങ്കിലും but still God used him. ദൈവം അപ്പോഴും അവനെ ഉപയോഗിച്ചു. Maybe you feel like failed. നിങ്ങൾ പരാജയപ്പെട്ടതായി തോന്നുമ്പോൾ, or wasted time, നിങ്ങളുടെ സമയം പാഴാക്കി or കളഞ്ഞു, disappointed God. നിങ്ങൾ ദൈവം നിരാശപ്പെടുത്തിയതായി നിങ്ങൾക്ക് തോന്നുന്നെങ്കിലോ, but God says, ദൈവം പറയുന്നു, I can still use you. എനിക്ക് നിങ്ങളെ എപ്പോഴും ഉപയോഗിക്കാൻ കഴിയും. My plan is for you, it's not finished. നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി ഒരിക്കലും അവസാനിച്ചിട്ടില്ല. The fifth stage and the last stage we can see in the book of Jonah, chapter 4. നമുക്ക് 5ാമത്തെ സ്റ്റേജ് യോനയുടെ പുസ്തകത്തിലെ 4-ാമത്തെ അധ്യായത്തിലാണ് കാണാൻ സാധിക്കുന്നത്. In this whole chapter, ഈ പുസ്തകം ഉടനീളം God's heart is for all people.
ദൈവത്തിന്റെ ഹൃദയം എല്ലാവർക്കും ഉള്ളതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. Jonah wanted judgment, യോനയ്ക്ക് അവിടെ ഒരു ന്യായവിധിയാണ് ആഗ്രഹിച്ചത്. but God wanted mercy. ദൈവം അവിടെ കരുണയാണ് ആഗ്രഹിച്ചത്. Jonah cared about the plant, യോന അവിടെ നിന്ന വൃക്ഷത്തെ പറ്റിയാണ് കൂടുതൽ ചിന്തിച്ചത്. God cared about a city. ദൈവം അവിടെ ശ്രദ്ധിച്ചത് ആ നഗരത്തെയാണ്. The book of Jonah ends with the God saying, യോനയുടെ പുസ്തകം അവസാനിക്കുന്നത് ദൈവം ഇങ്ങനെ പറയുന്നതായിട്ടാണ്. should I not have compassion on Nineveh? എനിക്ക് നിനവയോട് കരുണ തോന്നേണ്ടതല്ലേ? The message is very simple. ഇവിടെ സന്ദേശം വളരെ ലളിതമാണ്. God's heart beats for all people. ദൈവത്തിന്റെ ഹൃദയം എല്ലാ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇടിക്കുന്നത്. And he calls us to love them the same way. അതുപോലെ അവരെ സ്നേഹിക്കുവാനാണ് നമ്മെ ദൈവം വിളിക്കുന്നത്. The book of Jonah ends not with the Jonah's voice, യോനയുടെ പുസ്തകം അവസാനിക്കുന്നത് യോനയുടെ ശബ്ദത്തോടു കൂടിയല്ല, but with God's mercy or heart. മറിച്ച് ദൈവത്തിന്റെ ഹൃദയത്തോടു കൂടിയാണ് ഇത് അവസാനിക്കുന്നത്. A heart that chases the runner, ഓടുന്നവനെ പിന്തുടരുന്ന, rescues the rebel, മത്സരിക്കുന്നവനെ രക്ഷിക്കുന്ന, restores the broken, തകർന്നിരിക്കുന്നവനെ പുനഃസ്ഥാപിക്കുന്ന, and reaches out to the lost people. നഷ്ടപ്പെടുന്നവനെ കൈനീട്ടി പിടിക്കുന്ന ഒരു ഹൃദയത്തോടു കൂടിയാണ്. I want to share a small illustration. നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ കഥ പോലെ പറയാൻ ആഗ്രഹിക്കുന്നു. There was a man. ഒരിക്കലും ഒരു മനുഷ്യനുണ്ടായിരുന്നു. He'll be like from Sunday to Friday, from Sunday till Friday. ഞായറാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ He's always angry and using bad words and always fighting with his wife. എപ്പോഴും വളരെ കോപിതനായും അഴുക്ക് വാക്കുകൾ ഉപയോഗിച്ച് എപ്പോഴും ദേഷ്യത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. But in the morning, I mean in the Saturday morning, ശനിയാഴ്ച രാവിലെ ആകുമ്പോൾ it's like suddenly holy face. ശനിയാഴ്ച രാവിലെ ആകുമ്പോൾ ഒരു പരിശുദ്ധ വ്യക്തി, ഒരു നല്ല വിശുദ്ധനായ ഒരു വ്യക്തിയുടെ മുഖമായിരിക്കും. Soft voice. വളരെ പതുങ്ങിയ ശബ്ദം. Big Bible under his hand. വലിയൊരു ബൈബിള് തന്റെ കയ്യിൽ വെച്ചിരിക്കും. His wife asked, അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചു, who are you? നിങ്ങൾ ആരാണ്? He said, I'm the same person. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ പഴയ വ്യക്തി തന്നെയാണ്. She said, no, from Sunday till Friday you are Old Testament. അപ്പോൾ ആ ഭാര്യ അവനോട് പറഞ്ഞു, നിങ്ങൾ ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നിങ്ങൾ ഒരു പഴയ നിയമ വ്യക്തിയാണ്. But in the morning, the Saturday morning, you are New Testament. ശനിയാഴ്ച രാവിലെ ആകുമ്പോൾ നിങ്ങൾ പുതിയ നിയമത്തിന്റെ വ്യക്തിയായി മാറും. The story is about all of us. ഈ കഥ നമ്മളെല്ലാവരെയും പോലെയാണ്. Christianity is not a Saturday acting. ക്രിസ്തു മതം എന്ന് പറയുന്നത് ശനിയാഴ്ച കാണിക്കുന്ന ഒരു നാടകം പോലെയല്ല. It is like a daily living. എല്ലാ ദിവസവും നമ്മളുടെ ജീവിതം നയിക്കേണ്ട കാര്യമാണ്. ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമാണ്. In Luke chapter 9 verse 23 says, ലൂക്കിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, take up your cross daily. No need to read. 9-ാമത്തെ അധ്യായം 23 നിങ്ങളുടെ take up your cross daily. നിങ്ങളുടെ കുരിശ് നിങ്ങൾ എന്നും എടുക്കുക എന്നാണ് പറയുന്നത്. Dear people of God, പ്രിയ ദൈവജനമേ, there is much difference between hearing the word of God and doing the word of God. നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നതും ദൈവത്തിന്റെ വചനം നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പിക്കുന്നതും തമ്മിൽ വളരെ അന്തരമുണ്ട്. Jonah's life journey shows us that ജോനയുടെ ജീവിതം നമ്മളെ കാണിക്കുന്നത്, when we run, God pursues. നമ്മൾ ഓടുമ്പോൾ ദൈവം നമ്മളെ പിന്തുടരുന്നു എന്നാണ്. When we sing, God lifts. നമ്മൾ മുങ്ങുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തുന്നു എന്നാണ്. When we pray, God gives answers. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ഉത്തരം നൽകുന്നു എന്നാണ്. When we fail, God gives another chance. നമ്മൾ പരാജയപ്പെടുമ്പോൾ ദൈവം നമുക്ക് പുതിയൊരു അവസരം നൽകുന്നു എന്നാണ്. Just as Jonah stepped out of the fish onto dry ground, എങ്ങനെയാണ് ജോന ആ മത്സ്യത്തിന്റെ വയറിൽ നിന്ന് ഇറങ്ങി ഉണങ്ങിയ നിലത്തെത്തിയത്? with a renewed purpose, ഒരു പുതിയ ലക്ഷ്യത്തോടു കൂടി God wants us to step out from our past. നമ്മുടെ പഴയ ജീവിതത്തിൽ നിന്നും നമ്മൾ ഇറങ്ങി ഒരു പുതിയ ജീവിതത്തിലേക്ക് വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. And from our fear, നമ്മുടെ ഭയത്തിൽ നിന്ന്, and our hesitation, നമ്മുടെ മടിയിൽ നിന്ന്, and walk into the calling of God He has prepared.
നമ്മുടെ ദൈവം നമ്മളെ വിളിച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് നമ്മൾ നടക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Maybe you feel like Jonah today, ഇത് നമുക്ക് ജോനയെ പോലെ ആണ് എന്ന് തോന്നാം. running, ഓടുന്നത്, hiding, ഒളിച്ചിരിക്കുന്നത്, or overwhelmed by the storms that are happening in our lives. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന കൊടുങ്കാറ്റുകളിൽ തളർന്നു പോകുന്നവരായിട്ട് നമുക്ക് തോന്നും. But the God who found Jonah in the sea എന്നാൽ കടലിൽ യോനയെ കണ്ടെത്തിയ ദൈവം can find you where you are. നിങ്ങൾ എവിടെ ഇരുന്നാലും ദൈവം നിങ്ങളെ കണ്ടെത്തും. God who spoke second time to Jonah രണ്ടാമത്തെ പ്രാവശ്യവും ദൈവം യോനയോട് സംസാരിച്ചതുപോലെ is speaking again to you. നമ്മളോടും വീണ്ടും സംസാരിക്കുകയാണ്. His message is very simple, ദൈവത്തിന്റെ സന്ദേശം വളരെ ലളിതമാണ്, yet life changing. എന്നാലും ജീവിതം മാറ്റിമറിക്കുന്നതാണ്. My purpose for you is not finished. നിങ്ങളെക്കുറിച്ചുള്ള എന്റെ ഉദ്ദേശം പൂർത്തിയായിട്ടില്ല. Rise, എഴുന്നേൽക്കുക, return, മടങ്ങി വരിക, and follow my call. എന്റെ വിളി പിന്തുടരുക. The story of Jonah ends with God's compassion for a city that was not ready for a judgment. ന്യായവിധിക്ക് തയ്യാറാകാത്ത ഒരു നഗരത്തെ കുറിച്ചാണ്, ഈ നഗരത്തോട് ദൈവത്തിന് തോന്നിയ ഒരു അനുകമ്പയെ കുറിച്ചാണ് നമുക്ക് ഈ കഥയുടെ അവസാനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. And just like that Nineveh, our world is also heading to a final judgment day. നിനവയെ പോലെ തന്നെ നമ്മുടെ ലോകവും ഇന്ന് അതിന്റെ അന്ത്യ ദിവസങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. The glorious coming of Jesus Christ, second coming of Jesus Christ. ദൈവത്തിന്റെ മഹത്തായ രണ്ടാം വരവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Jonah was sent to Nineveh of an approaching judgment. ഈ വരാനിരിക്കുന്ന ഒരു ന്യായവിധിയെ കുറിച്ച് പറയുവാനാണ് യോനയെ നിനവയിലേക്ക് ദൈവം അയച്ചത്. Today, ഇന്ന് we all are the Jonahs. നമ്മളും ജോനയെ പോലെയാണ്. God is sending to our generation. നമ്മൾ ഈ ഒരു തലമുറയിലേക്ക് ദൈവം നമ്മളെ പറഞ്ഞു വിടുകയാണ്. Before Jesus returned, ദൈവത്തിന്റെ രണ്ടാം വരവിന് മുമ്പേ God is calling His church to speak and rise and shine. നമ്മുടെ ദൈവത്തിന്റെ സഭയെ എഴുന്നേൽക്കുവാനും സംസാരിക്കുവാനും പ്രകാശം പരത്തുവാനും ദൈവം നമ്മളെല്ലാം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. To call people to repentance and salvation. ആളുകളെ മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും വിളിക്കുവാനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. In Jonah's life we can see Jonah slept in a boat while a storm raged. നമുക്ക് ജോനയുടെ കഥയിൽ കാണാൻ സാധിക്കുന്നത് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ യോന ഒരു വള്ളത്തിൽ ഉറങ്ങുകയാണെന്നാണ് നമ്മൾ കാണുന്നത്. Jesus warned that in the last days many believers would also be sleepy, spiritually sleepy. അവസാന നാളുകളിൽ പല വിശ്വാസികളും ഇതുപോലെ ആത്മീയ ഉറക്കത്തിലായിരിക്കുമെന്ന് യേശുക്രിസ്തു നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. God is awakening us. നമ്മളെ ദൈവം വീണ്ടും ഉണർത്തുകയാണ്. Arise. എഴുന്നേൽക്കുക. The time is short. സമയം വളരെ കുറവാണ്. Jonah brought a new message that saved the city. യോന ഒരു പുതിയ സന്ദേശം ഈ ഒരു പട്ടണത്തിൽ കൊണ്ടുവരികയും ആ പട്ടണം രക്ഷപ്പെടുകയും ചെയ്യുകയാണ് കാണാൻ സാധിക്കും. Today, ഇന്ന് we carry the gospel that can save the whole world. നമ്മുടെ കയ്യിൽ ഈ ലോകത്തെ രക്ഷിക്കുവാനുള്ള സുവിശേഷം നമ്മുടെ കയ്യിൽ ദൈവം നൽകിയിട്ടുണ്ട്. The second coming is not a fear for the believers. വിശ്വാസികൾക്ക് രണ്ടാം വരവ് ഒരു ഭയമുള്ള കാര്യമല്ല. It is our hope and destiny and our joy. നമ്മുടെ പ്രത്യാശയും നമ്മുടെ വിധിയും നമ്മുടെ സന്തോഷവുമാണ് ദൈവത്തിന്റെ രണ്ടാം വരവ്. But it is also a reminder that there is still Nineveh to reach. നമുക്കും ഒരു നിനവേ നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് ഓർമ്മപ്പെടുത്തലാണ് ഇതിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. There are souls to serve, രക്ഷിക്കുവാൻ ആത്മാക്കളുണ്ട്, loved ones to pray for, പ്രാർത്ഥിക്കുവാൻ പ്രിയപ്പെട്ടവർക്കായിട്ട് നമുക്കുണ്ട്, lives to touch, നമ്മുടെ പലരുടെയും ജീവിതങ്ങളെ നമ്മൾ തൊടുവാനുണ്ട്, a mission to complete. പൂർത്തീകരിക്കുവാൻ നമുക്കൊരു ദൗത്യവുമുണ്ട്. As Jonah walked through Nineveh preaching repentance, യോന നിനവയിലൂടെ മാനസാന്തരത്തിന്റെ പ്രസംഗങ്ങൾ പ്രസംഗിച്ച് നടന്നപ്പോൾ we walk through this world proclaiming that നാമും ഈ ലോകത്തോട് പറയേണ്ടത് Jesus is coming soon ദൈവത്തിന്റെ രണ്ടാം വരവ് അടുത്തിരിക്കുന്നു. and His mercy is still available today. ദൈവത്തിന്റെ കരുണ ഇപ്പോഴും ലഭ്യമാണെന്നാണ് നമ്മൾ പറയേണ്ടത്. So let us stop running, നമ്മൾക്ക് നമ്മുടെ ഓട്ടം നിർത്താം, start obeying ദൈവത്തെ അനുസരിക്കാം, and live with urgency, നമ്മൾ ദൈവത്തോട് അടിയന്തരമായി ദൈവത്തോട് അടുത്ത് ജീവിക്കാം, compassion and purpose. അനുകമ്പയോടും ലക്ഷ്യബോധത്തോടും കൂടെ നമുക്ക് ജീവിക്കാം. Because the God who gave Jonah a second chance കാരണം യോനയ്ക്ക് രണ്ടാമത്തെ ഒരു അവസരം നൽകിയ ദൈവം is giving the world a final chance ഈ ലോകത്തിനും ഒരു അവസരം കൂടെ നൽകുകയാണ്. before Christ returning in His glory.
ദൈവത്തിന്റെ രണ്ടാം വരവിന് മുമ്പേ ഈ ലോകത്തിനും ഒരു അവസരം കൂടെ ദൈവം നൽകുകയാണ്. Maranatha. മരണം. യേശുവേ. Amen. ആമേൻ.